പമ്പയിൽ ഗുരുതര വീഴ്ച. അടിവസ്ത്രങ്ങൾ പമ്പയിലേക്ക് വലിച്ചെറിയുന്നുവെന്നൊരു പരാതി. പമ്പയിൽ നിന്ന് വാരിയെടുത്ത അടിവസ്ത്രങ്ങൾ വിശുദ്ധ സേനാംഗങ്ങൾ പമ്പയിലേക്ക് തന്നെ തള്ളിയിടുന്നുവെന്നാണ് പരാതി. പമ്പയുടെ കരയിൽ കരാർ കമ്പനി ഉപേക്ഷിക്കുന്ന അടിവസ്ത്രങ്ങളാണ് ഇപ്രകാരം പമ്പയിലേക്ക് തന്നെ തള്ളിവിടുന്നത്. ശബരിമലയും പരിസരവും ഒക്കെ വൃത്തിയാക്കേണ്ടവരാണ് ഈ വിശുദ്ധ സേന. അടിവസ്ത്രങ്ങൾ പമ്പയിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ്. അതായത് കരാറുകാര് ഈ പമ്പയിൽ നിന്ന് കോരിയെടുക്കുന്ന അടിവസ്ത്രങ്ങൾ കരയിലിട്ടിട്ട് പോകുമ്പോൾ അത് അവിടെ നിന്ന് നീക്കം ചെയ്യാതെ പമ്പയിലേക്ക് തന്നെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ഇത് വീണ്ടും പമ്പയിൽ പലയിടത്തും അടിഞ്ഞുകൂടി അവിടെ എത്തുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പരാതി. ദേവസ്വം ബോർഡിന് വീഡിയോ അടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതുകൊണ്ടാണ് റിപ്പോർട്ടിന് ഈ ദൃശ്യങ്ങൾ കൈമാറിയത് എന്ന് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഒരു സ്വാമി പറയുന്നുണ്ട്. നമുക്കൊപ്പം ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, ഇത് ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. വിശുദ്ധ പമ്പയിലേക്ക് വീണ്ടും ഇതേ അടിവസ്ത്രങ്ങൾ തിരിച്ചിടുന്നത് ശരിയല്ലല്ലോ. അത് കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും കത്തിച്ചു കളയുകയോ അത് ഡിസ്പോസ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ ഇവർ ചെയ്യുന്നത് അങ്ങനെയല്ല അല്ലേ? ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടും നടപടി ഉണ്ടാവുന്നില്ലേ? ടി വി പ്രസാദ്. അരുൺ, ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ പമ്പ ശുദ്ധീകരിക്കാൻ വേണ്ടി വലിയ കർമ്മ പദ്ധതിയാണ് പലതരത്തിലും തയ്യാറാക്കുന്നത്. ഒരിക്കലും കാണാത്ത രീതിയിൽ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന പമ്പ നമുക്ക് കാണാവുന്നതാണ്. അവിടുത്തെ സംവിധാനം ഒന്ന് പ്രേക്ഷകരെ നമുക്ക് അറിയിക്കാം അരുൺ. അതായത് ഓരോ സീസൺ കഴിയും തോറും ഏകദേശം 30 ലോഡെങ്കിലും മുണ്ട്, അതുപോലെ ഷർട്ട്, തോർത്ത് ഇവയടങ്ങിയ ഏതാണ്ട് 30 ലോഡുകളാണ് ഉണ്ടാവുക. ഇതെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടി എല്ലാ കൊല്ലങ്ങളിലും ഒരു കരാറുകാരന് കരാറ് കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം ഏതാണ്ട് 10 ലോഡിനടുത്ത് ഈ അടിവസ്ത്രങ്ങൾ ഓരോ വർഷങ്ങളും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിൽ മുണ്ട്, ഷർട്ട്, തോർത്ത് ഇവയടങ്ങിയ ഈ സാധനങ്ങൾ മുഴുവൻ ഡൽഹിയിലെ ഒരു കമ്പനി വന്ന് അവരുടെ കണ്ടെയ്നറിൽ കൊണ്ടുപോയി വാഹനം തോർത്തുന്നതിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ് കരാറെടുക്കുന്നവർ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അടിവസ്ത്രം ആർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പമ്പയിൽ നിന്ന് നീക്കുന്ന അടിവസ്ത്രം അവരവരുടെ റിസ്കിൽ, അവരുടെ ചെലവിൽ എടുത്തുകൊണ്ടുപോയി അവിടെ ഇട്ട് ഉണക്കി കത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പതിവ് രീതി. പക്ഷെ ഇവിടെ ഉണ്ടായത് ഈ അടിവസ്ത്രം വലിയ ചെലവായതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പുതിയ കരാറുകാരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അരുൺ. അവർ ഈ അടിവസ്ത്രം ഏതാണ്ട് പൂർണ്ണമായും പമ്പയുടെ കരയിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് ഞാൻ ഒന്ന് ഈ വീഡിയോ എടുത്ത് അരവിന്ദ് ലാലിലേക്ക് കൊണ്ടുപോയി. അരവിന്ദ് ലാൽ, എപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എന്ത് തോന്നി അരവിന്ദ് ലാൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഏകദേശം 25 വർഷത്തോളമായിട്ട് മുടങ്ങാതെ ശബരിമലയ്ക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും വർഷം പോയാൽ ആദ്യമായിട്ടാണ് എനിക്ക് പമ്പയിലൊന്ന് കുളിക്കണമെന്ന് തോന്നിയത്. ഞാൻ സാധാരണ പോകുമ്പോൾ പമ്പയിൽ ഇറങ്ങി ഒന്ന് തളിച്ചിട്ടാണ് പോവാറ്. അപ്പൊ കുളിക്കാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കലങ്ങിയ പമ്പ മാത്രമേ ഞാൻ ഇത്ര നാൾ കണ്ടിട്ടുള്ളൂ. ഇത്തവണ ആള് കുറവായത് കൊണ്ടാണോ എന്നറിയില്ല, നല്ല തെളിഞ്ഞ പമ്പയാണ് ഇത്തവണ പോയപ്പോൾ ഞാൻ കണ്ടത്. അങ്ങനെ ഞാനൊന്ന് മുങ്ങിക്കുളിച്ച് മല കയറി തിരിച്ച് വന്നിറങ്ങുമ്പോൾ ഞാൻ വന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അണ്ടർവെയറുകൾ കോരി ഇതിലേക്ക് ഇടുന്ന കാഴ്ചയാണ് നടന്നത്. പുണ്യവെള്ളം എന്ന് കരുതി ഞാൻ കുളിച്ച പമ്പയില് ഈ അണ്ടർവെയറിൽ ഇങ്ങനെ വാരി ഇടുന്നത് കണ്ടപ്പോൾ വല്ലാത്ത മനപ്രയാസം തോന്നി. അങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്നും അത് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിക്കണം തോന്നി. ദേവസ്വം ബോർഡിന് എന്താണ് പരാതി കൊടുക്കുന്നത് അരവിന്ദ് ലാൽ? ദേവസ്വം ബോർഡിന് 3 ദിവസമായി എന്നാണ് എന്റെ വിശ്വാസം. മെനിങ്ങാന്നോ അതിന് മുമ്പത്തെ ദിവസമാണ് ഞാൻ മെയിൽ അയക്കുന്നത്. മെയിൽ അയച്ചു, അതിന് റിപ്ലൈ വരാത്തത് കൊണ്ടാണ് ഞാൻ റിപ്പോർട്ടിലേക്ക് ഇത് അയക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആ ദൃശ്യങ്ങൾ ആ മെയിലും ഉണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് അധികൃതർ താങ്ക് യു അരവിന്ദ് ലാൽ. എത്രയും പെട്ടെന്ന് അരവിന്ദ് ലാൽ കൊടുത്ത ഈ പരാതിയിൽ നടപടി ഉണ്ടാവുക. ദൃശ്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ടർ TV ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പമ്പ വളരെ ശുദ്ധമായി തന്നെ സൂക്ഷിക്കുക. അടിവസ്ത്രം കൊണ്ട് ഈ പമ്പയിലേക്ക് വീണ്ടും തള്ളിയിടാൻ വേണ്ടിയല്ലല്ലോ, അത് സംരക്ഷിക്കുക, പമ്പ സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം.